AICC മുഖ്യമന്ത്രിയായി തീരുമാനിച്ച ഉടൻ സതീശൻ ആദ്യം പോയി കണ്ടത് പഴയ മുഖ്യമന്ത്രി AK ആന്റണിയായിരുന്നു. അത് വെറും ഒരു സന്ദർശനമായിരുന്നില്ല, ഒരു മുൻകൂർ ജാമ്യം എടുക്കാനുള്ള പ്രീ പ്ലാൻഡ് പരിപാടിയായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ട് കിട്ടാൻ വേണ്ടി പല മോഹന സുന്ദര വാഗ്ദാനങ്ങളും കോൺഗ്രസും സതീശനും UDF നൽകിയിരുന്നു. അത് വിശ്വസിച്ച ജനങ്ങളാണ് 102ന്റെ ഭീമമായ ഭൂരിപക്ഷത്തിൽ UDFനെ തെരഞ്ഞെടുത്ത്. അതിലൊന്ന് KSRTCയിലെ വനിതകൾക്കും കുട്ടികൾക്കുമുള്ള സൗജന്യ യാത്രയായിരുന്നു. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര. UDF സർക്കാർ വരുമ്പോൾ UDF സർക്കാരിന്റെ അതിഥികളായി കേരളത്തിലെ സ്ത്രീകൾ KSRTC ബസ്സിൽ യാത്ര ചെയ്യും. മെയ് 15 മുതൽ ഈ സൗജന്യം തുടങ്ങും എന്നാണ് പറഞ്ഞിരുന്നത്. ഇന്നാണ് മെയ് 15. അത് കിട്ടാത്തതിന്റെ പേരിൽ മഹിളാ മോർച്ചക്കാർ സമരത്തിനിറങ്ങി എന്നൊരു വാർത്ത ഞാൻ കണ്ടു. മുഖ്യമന്ത്രി തർക്കം 10 ദിവസം നീണ്ടതിനാൽ 10 ദിവസം കൂടി നമുക്ക് അനുവദിച്ചു കൊടുക്കാം എന്ന് വെച്ചാൽ ഈ മാസം 25 മുതൽ ഈ സൗജന്യ യാത്ര ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. മറ്റൊന്ന്, ആശാ വർക്കർമാരുടെ സമരപ്പന്തലിൽ വന്ന് കൊടുത്ത അടാറ് വാഗ്ദാനമായിരുന്നു. ആര്? ഇതേ VD സതീശൻ. ആദ്യ ക്യാബിനറ്റിൽ തന്നെ ആശാ വർക്കർമാർക്ക് 21,000 ശമ്പളം എന്നാണ് തട്ടിവിട്ടത്. നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു തലത്തിലേക്ക് മിനിമം വേജസിന്റെ നിലവാരത്തിലേക്ക് നമുക്ക് അങ്ങനെ കൊണ്ടുപോകും. അതിനു വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടമാണ്. UDF സർക്കാർ 26 അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ നിങ്ങൾ തീരുമാനം. ആശാ വർക്കർമാർ എന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു സന്നദ്ധ വിഭാഗമാണ്. അവർക്ക് ശമ്പളമല്ല, ഓണറേറിയവും ഇൻസെന്റീവുമാണ് ലഭിക്കാറുള്ളത്. ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന കാലത്ത് 1000 രൂപ മാത്രമാണ് ആശാ വർക്കർമാരുടെ ഓണറേറിയം. എന്നാൽ 2 പിണറായി സർക്കാരുകളുടെ കാലത്തായി അത് ഘട്ടം ഘട്ടമായി ഉയർത്തി ഇപ്പോൾ 10,000 രൂപയാണ് ഓണറേറിയമായി കേരളത്തിലെ ആശാ വർക്കർമാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി നൽകിയതിനേക്കാൾ 10 മടങ്ങാണ് പിണറായി സർക്കാർ നൽകിയത്. ബീഹാറിൽ 5,000 മുതൽ 9,000 രൂപ വരെയാണ് ആശാ വർക്കർമാർക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഓണറേറിയവും ഇൻസെന്റീവും ലഭിക്കുന്നത്. ഇവിടെ 15,000 മുതൽ 20,000 രൂപ വരെയാണ് ആശാ വർക്കർമാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വസ്തുതകളെല്ലാം മറച്ചു വെച്ചാണ് സതീശൻ ഇക്കാര്യം തട്ടിവിട്ടത്. ക്ഷേമ പെൻഷൻ 3,000 എന്നത് ആദ്യ ബജറ്റിൽ തന്നെ ഉണ്ടാകുമെന്നും തട്ടിവിട്ടു സതീശൻ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് 1,600 രൂപയെന്ന് 4.5 കൊല്ലം ഒന്നും ചെയ്തില്ല. ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ 400 രൂപ കൂട്ടി. ഞങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങളത് ആദ്യത്തെ ബജറ്റിൽ തന്നെ ഞങ്ങൾ നടപ്പാക്കും. കൂടാതെ 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ആരോഗ്യ ഇൻഷുറൻസ്, യുവജനങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ, വിദ്യാർത്ഥികൾക്ക് 1000 രൂപ. ഇതൊന്നും പോരാതെ മുനമ്പം വിഷയത്തിലുള്ള സതീശന്റെ 10 മിനിറ്റ് മാജിക് അത് വേറെ. മുനമ്പം വഖഫ് ഭൂമിയാണെന്ന് മുസ്ലിം ലീഗ് പറയുമ്പോൾ വഖഫ് ഭൂമിയല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞതും, മുനമ്പം പ്രശ്നം 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞതും സതീശനാണ്. ഞങ്ങളുടെ നിലപാടെന്താ? മുനമ്പം വിഷയത്തിൽ ഞങ്ങൾ വ്യക്തമാക്കി. കോൺഗ്രസിന്റെ നിലപാട് അത് വഖഫ് ഭൂമിയല്ല, ദാനം കൊടുത്ത ഭൂമിയാ. 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാന്ന് പറഞ്ഞു. കുറെ പേര് സോഷ്യൽ മീഡിയയിൽ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാം. ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി ഈ ദേവാലയ മുറ്റത്ത് നിന്ന് ഞാൻ പറയുന്നു, 10 മിനിറ്റ് കൊണ്ട് ഈ വിഷയം പരിഹരിക്കാൻ പറ്റും. എങ്ങനെ നിങ്ങൾ ചോദിക്കും? പാലം കടന്നു സതീശൻ മുഖ്യമന്ത്രിയുമായി. രാഷ്ട്രീയം ഉപജീവനമാക്കിയ സതീശൻ എന്ത് വാഗ്ദാനങ്ങളെ വിട. അതിനാണ് സതീശൻ ആദ്യം തന്നെ ആന്റണിയെ കാണാൻ തീരുമാനിച്ചത്. സതീശൻ ആന്റണിയെ തന്നെ ഇതിനെ തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? മൂപ്പരെക്കാൾ നന്നായി പായ്യാരം പറയാൻ മറ്റാർക്കും കഴിയില്ല എന്നതാണ്. മൂപ്പര് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് സാമ്പത്തിക പ്രതിസന്ധി എന്നും പറഞ്ഞ് മുണ്ടു മുറുക്കിയെടുക്കാൻ പറഞ്ഞത് നമ്മൾ ആരും മറന്നിട്ടില്ല. അന്നാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ESMA, അതായത് എസൻഷ്യൽ സർവീസ് മെയിൻ്റനൻസ് ആക്ട് നടപ്പിലാക്കിയത്. അതുമൂലം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം മുടങ്ങുന്ന അവസ്ഥ വരെയുണ്ടായി. വലിയ സമരങ്ങളാണ് അക്കാലത്ത് അതിനെതിരെ ആന്റണിക്ക് നേരിടേണ്ടി വന്നത്. അന്ന് ESMAക്ക് മറ്റൊരു ഫുൾ ഫോമും നൽകി സമരക്കാർ. എലിസബത്തിന്റെ, അതായത് ആന്റണിയുടെ ഭാര്യയുടെ പേരാണ് എലിസബത്തിന്റെ ശമ്പളം മതി ആന്റണിക്ക് എന്നാണ് ESMAയുടെ ഫുൾ ഫോം ആയിട്ട് അവർ വ്യാഖ്യാനിച്ചത്. ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തിയ സതീശനും കൂട്ടി ആന്റണി പുറത്തിറങ്ങിയിട്ട് ആദ്യം പറഞ്ഞത് തന്നെ ഇതാണ്. തുടക്കത്തിൽ തന്നെ ഒന്നിനു പറയും ഒന്നായി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സതീശന്റെ മനസ്സിൽ പല സ്വപ്നങ്ങളും കാണും. അത് പൂർണ്ണമായി എനിക്കറിയില്ല, എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിക്കും. പക്ഷെ തുടക്കത്തിൽ ഒന്നിനു പറയും ഒന്നായി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കരുത്. കുറച്ച് മുണ്ട് കൊടുക്കേണ്ടി വരും, കുറച്ച് കയ്പ് നീര് കുടിക്കേണ്ടി വരും. മുണ്ട് മുറുക്കിയെടുക്കണം, കയ്പ് നീര് കുടിക്കണം. അതിന് മൂപ്പരൊരു കാരണവും പറയുന്നുണ്ട്, കേട്ടു നോക്കൂ. ഒന്നിനു പറയും ഒന്നായി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം ഇത് പാപ്പരായ സംസ്ഥാനമാണ്.
സതീഷിനെ പോലെ തന്നെ ഒരു ഉളുപ്പുമില്ലാതെ പച്ച നുണ പറയാൻ ഈ ആറാട്ടുമുണ്ടനും ഒരു മടിയുമില്ല. പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവ് എന്നാണ് സതീഷിന് ഇടക്കിടക്ക് പറഞ്ഞിരുന്നത്. എങ്കിൽ പിന്നെ എന്തിനാണ് സതീഷ ഈ വാഗ്ദാനങ്ങൾ നൽകിയത്? വോട്ട് കാട്ടാൻ വേണ്ടിയിട്ടോ? എന്നാൽ യഥാർത്ഥത്തിൽ വസ്തുത എന്താണെന്ന് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലൻ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടി ഭരണം വിട്ടു പോകുമ്പോൾ വെറും 700 കോടി രൂപ മാത്രമാണ് സംസ്ഥാന ഖജനാവിൽ ബാക്കിയുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ ഭരണം വിട്ടു പോകുമ്പോൾ 4000 കോടി രൂപയാണ് ഖജനാവിൽ ബാക്കിയുള്ളതെന്ന് ആധികാരികമായി പറയുന്നത് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി. അത് തെറ്റാണെങ്കിൽ ആദ്യം സതീശൻ ചെയ്യേണ്ടത് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഒരു ധവളപത്രം പുറത്തിറക്കുക എന്നതാണ്. അതിന് സതീശൻ തയ്യാറാവുമോ? അതേസമയം ആന്റണിയുടെ ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ടിവിയിലെ ഡോക്ടർ അരുൺ കുമാർ വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഭരണപരമായ വെല്ലുവിളി നേരിടാൻ പോകുന്നു. അതിൽ ഒരു സൂചന ഇന്നിപ്പോൾ നൽകിയിട്ടുണ്ട്. ആരാ സൂചന നൽകിയിരിക്കുന്നത്? AK ആന്റണി. AK ആന്റണി പറഞ്ഞിരിക്കുന്നത് എന്താ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശ്രദ്ധിച്ച് കേൾക്കണം. തുടക്കത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കരുത്. നമ്മുടെ സംസ്ഥാനം പാപ്പരായ ഒരു സംസ്ഥാനമാണ്. കുറച്ച് കയ്പുനീര് കുടിക്കേണ്ടി വരും. VD സതീശനെ ഒപ്പം നിർത്തി AK ആന്റണി പറയുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, എന്തായിരുന്നു വാഗ്ദാനങ്ങൾ? ഇന്ദിരാ ഗ്യാരണ്ടി. യഥാർത്ഥത്തിൽ മുതിർന്ന നേതാവ് AK ആന്റണി പറഞ്ഞതാണോ വസ്തുത? എല്ലാവിധ ബഹുമാനങ്ങളോടും കൂടി ഞാൻ അദ്ദേഹത്തോട് വിയോജിക്കുന്നു. കേരളം പാപ്പരായ ഒരു സംസ്ഥാനമാണോ? കേരളം പാപ്പരായ സംസ്ഥാനമല്ല. ഏത് ഫിസ്ക്കൽ പാരാമീറ്ററിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തെ ഒരു പാപ്പരായ സംസ്ഥാനം എന്ന് AK ആന്റണി വിശേഷിപ്പിച്ചത്? ഇതെന്നിൽ ഒരു സംശയം ഉണ്ടാക്കുന്നത് പ്രഖ്യാപിച്ചിരിക്കുന്ന വാഗ്ദാനം ചെയ്യപ്പെട്ട ആനുകൂല്യങ്ങൾ അത് ഉടൻ നടപ്പാക്കാതിരിക്കാനുള്ള ഒരു പ്രതിരോധമാണോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും സംശയിക്കേണ്ടി വരും. നോക്കൂ, നമ്മുടെ വളർച്ചാ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ മികച്ചതായി നിൽക്കുന്നില്ലേ? 6.19% നമ്മുടെ വളർച്ചാ നിരക്ക്. കേരള സംസ്ഥാനത്തിന്റെ വളർച്ചാ നിരക്ക് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട ഗ്രോത്ത് റേറ്റ് ഉള്ള ഒരു സംസ്ഥാനമല്ലേ കേരളം? മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട ധനക്കമ്മി കുറവ് വന്നിരിക്കുന്ന ഒരു സംസ്ഥാനമല്ലേ കേരളം? നോക്കൂ, ഏറ്റവും ഒടുവിലുള്ള കണക്ക് പ്രകാരം 3.2%ലേക്ക് 3.5%ൽ നിന്ന് 3.2%ലേക്ക് ധനക്കമ്മി കുറഞ്ഞിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഞാൻ പറഞ്ഞതല്ല, ബഡ്ജറ്റിലെ സ്ഥിതിവിവര കണക്കുകളാണ്, ആക്ച്വൽ ഫിഗേഴ്സ് ആണ്. റവന്യൂ കമ്മിയിൽ നോക്കൂ, റവന്യൂ കമ്മിയിൽ എത്രമാത്രം കുറവ് സംഭവിച്ചിരിക്കുന്നു? 2.1%ൽ നിന്ന് 1.9%ലേക്ക് റവന്യൂ കമ്മിയിൽ കുറവ് സംഭവിച്ചിരിക്കുന്നു. റവന്യൂ കമ്മിയിൽ കുറവ് വന്നിരിക്കുന്ന, ധനക്കമ്മിയിൽ കുറവ് വന്നിരിക്കുന്ന, വളർച്ചാ നിരക്കിൽ മെച്ചപ്പെട്ട കണക്ക് കാണിക്കുന്ന, പൊതുകടത്തിന്റെ കാര്യത്തിൽ 15 സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട നിലയിൽ നിൽക്കുന്ന കേരള സംസ്ഥാനമാണോ പാപ്പരായ സംസ്ഥാനം? 1.25 ലക്ഷം കോടി രൂപയുടെ തനത് റവന്യൂ വരുമാനമുള്ള ഈ സംസ്ഥാനം പാപ്പരായ ഒരു സംസ്ഥാനമാണെന്നുള്ളൊരു പ്രതിരോധം അധികാരത്തിലേറും മുമ്പ് VD സതീശൻ സ്വീകരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്. അത് ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള സൂചനയായിട്ട് ഒരുപക്ഷെ ജനം വ്യാഖ്യാനിച്ചേക്കാം. ഇനി നേരിടാൻ പോകുന്നതും ഇതേ പ്രധാനപ്പെട്ട വെല്ലുവിളി തന്നെയാണ്. അത് വരും ദിവസങ്ങളിൽ കാണാം. സതീഷിന് വേണ്ടി ആന്റണി എടുത്ത മുൻകൂർ ജാമ്യം ഒരു സൂചനയാണ്. നൽകിയ വാഗ്ദാനങ്ങളൊന്നും നടപ്പിലാക്കാൻ കഴിയില്ല അല്ലെങ്കിൽ നടപ്പിലാക്കില്ല എന്ന സൂചന. ഇക്കൂട്ടർക്ക് വോട്ട് ചെയ്തവർ ഓർക്കേണ്ടത് പ്രതിസന്ധികൾക്കിടയിലും ദുരന്തങ്ങൾക്കിടയിലും ക്ഷേമപ്രവർത്തനങ്ങളും ശമ്പളവും പെൻഷനും മുടങ്ങാതെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം നടത്തിയ ഒരു സർക്കാരിനെയാണ് നിങ്ങൾ താഴെ ഇറക്കിയത്. 900 വാഗ്ദാനങ്ങൾ നൽകി അതിൽ 95% നടപ്പിലാക്കി അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുൻപാകെ വെച്ച ഒരു സർക്കാരിനെയാണ് നിങ്ങൾ താഴെ ഇറക്കിയത്. ജനാധിപത്യത്തിന് ഒരു കുഴപ്പമുണ്ട്. വോട്ടെടുപ്പിൽ ഭൂരിപക്ഷത്തിന് തെറ്റിയാൽ അനുഭവിക്കേണ്ടി വരുന്നത് എല്ലാവരും ചേർന്നായിരിക്കും. എന്നാലും ചിരിക്കാത്ത മുഖ്യമന്ത്രിക്ക് പകരം നല്ലോണം ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കിട്ടിയില്ലേ? മറ്റൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, സതീഷിൻ്റെ ചിരി കണ്ടിരിക്കാം. ദേ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.